ഹായ് എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഫുഡ് സോണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കടലക്കറിയാണ്. നാടൻ കടല, കാബൂളി കടലയല്ല, നാടൻ കടല എടുത്തിട്ട് അതൊരു 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനുശേഷം കാക്കലക്കടല എവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ കഴുകി വാരി എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു ചെറിയ തക്കാളിക്കായും 4 പച്ചമുളകും കീറിയിട്ട് ഉപ്പും ചേർത്ത് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ എടുത്തു. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ 2 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് അതിട്ട് കൊടുക്കുക. ചെറിയ സവാള മതി, അതുകൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന കടല നോക്കുക. കടലയ്ക്ക് ഉപ്പ് വേണമെന്നുണ്ട്. ഈ സമയം ഒരു അല്പം ഉപ്പ് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിക്ക് ചെറുതായിട്ട് കഷ്ണിച്ചത് അതുകൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒന്ന് വഴന്ന് വരണം. വഴന്ന് അതിൻ്റെ ആ തക്കാളിയുടെയൊക്കെ ആ വെള്ളമേ ഒന്ന് വിട്ട് വരുന്നത് പോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതായത് 1 ടേബിൾ സ്പൂൺ മുളക് എരിവുള്ളതും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അതിന് കൂടുതൽ 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിന് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ആ പൊടിയെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. അതെല്ലാം കൂടെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒഴിച്ച് ആ കടല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് 1 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ വെന്ത കടല അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചത് ഈ കടലയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചാറ് നന്നായിട്ട് കൊഴുക്കും, നല്ലൊരു കൊഴുപ്പ് അതിനുണ്ടാകും. ഇത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളയ്ക്കണമെന്നില്ല, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിനും അപ്പത്തിനും പൊറോട്ടയ്ക്കും അതുപോലെ ഉപ്പുമാവിനും ഏതിനും വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണ്. നല്ലൊരു കോമ്പിനേഷനായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുതിയ ഒരു ഐറ്റമായി ഞങ്ങൾ വരും വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.